ആകാശവാണി വാർത്താ വീക്ഷണം. ആഗോള സുരക്ഷ മുതൽ നിർമ്മിത ബുദ്ധി വരെ റൈസിന ഡയലോഗിൽ വിപുലമായ ചർച്ചകൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. ആഗോള സഹകരണത്തിനും നയചർച്ചകൾക്കും അന്താരാഷ്ട്ര സംവിധാനങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന ചർച്ചാവേദിയായിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വാർഷിക ലോക സമ്മേളനമായ റൈസിന സംവാദം. രാജ്യാന്തര വിഷയങ്ങളിൽ രാഷ്ട്രങ്ങളുടെ നയങ്ങൾ ചർച്ച ചെയ്യാനും ആഗോള രാഷ്ട്രീയ സാഹചര്യം, സുരക്ഷ, സാമ്പത്തികം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ആഗോള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരാനും സംവാദം ലക്ഷ്യമിടുന്നു. 2016 മുതൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രധാന ആഗോള ഭൗമരാഷ്ട്രീയ ഭൗമ സാമ്പത്തിക സമ്മേളനമായ റൈസിന ഡയലോഗ് വികസ്വര രാഷ്ട്രങ്ങൾ അതീവ താൽപര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. റൈസിന സംവാദത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക, സമകാലിക ആഗോള വെല്ലുവിളികളെക്കുറിച്ച് ആശയവിനിമയം നടത്തുക, നയപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ്. കൂടാതെ ഇന്ത്യയുടെ വിദേശനയ കാഴ്ചപ്പാട് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇത് പ്രധാന വേദിയാകുന്നു. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസവും പങ്കാളിത്തവും ശക്തമാക്കുന്നതിലും സമ്മേളനം ഗണ്യമായ പങ്ക് വഹിക്കുന്നു. ആഗോള സമാധാനം, സ്ഥിരതയുള്ള വികസനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഭാവിയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് മാർഗങ്ങൾ കണ്ടെത്താനും റൈസിന ഡയലോഗ് സഹായിക്കുന്നു. ഈ രീതിയിൽ ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന പ്രധാന അന്താരാഷ്ട്ര നയസമ്മേളനമായാണ് റൈസിന ഡയലോഗ് അറിയപ്പെടുന്നത്. മാർച്ച് 5 മുതൽ 7 വരെ നടന്ന 11ാമത് റൈസിന സംവാദത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർ, മന്ത്രിമാർ, നയരൂപീകരണ വിദഗ്ധർ, സൈനിക കമാൻഡർമാർ, അക്കാദമിക വിദഗ്ധർ, ബിസിനസ് പ്രതിനിധികൾ എന്നിവർ തുടങ്ങി 110 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 2700 പ്രതിനിധികൾ പങ്കെടുത്തു. വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനാണ് വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയം സംസ്കാരം, ഉറപ്പായ വാദമുഖം, പരസ്പര ധാരണ, പുരോഗതി എന്നതാണ്. രാജ്യങ്ങൾ സ്വന്തം തിരിച്ചറിവ് ഉറപ്പാക്കുകയും വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുകയും സഹകരണത്തിലൂടെ ആഗോള പുരോഗതിയിലേക്ക് മുന്നേറുകയും ചെയ്യണമെന്ന് പ്രമേയം സൂചിപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധി, അർദ്ധചാലക വിതരണ ശൃംഖലകൾ, ഡിജിറ്റൽ അടിസ്ഥാന ഘടന എന്നിവയിൽ ആരാണ് കൂടുതൽ നിയന്ത്രണം നേടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ആഗോള സ്വാധീനം രൂപപ്പെടുന്ന സാങ്കേതിക കേന്ദ്രീകൃത ലോകത്തെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 5-ന് 11ാമത് റൈസിന ഡയലോഗ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ലോകക്രമം തീരുമാനിക്കുന്നത് ഗ്ലോബൽ സൗത്ത് ആണെന്നും അതിൽ ഇന്ത്യ നിർണായക ഘടകമാകുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഫിൻലൻഡ് പ്രസിഡന്റ് ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ് പറഞ്ഞു. പാശ്ചാത്യ ആധിപത്യമുള്ള ലോകക്രമത്തിന്റെ യുഗം അവസാനിച്ചെന്നും എന്നാൽ ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രതിഫലിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും പ്രസിഡന്റ് സ്റ്റബ് പറഞ്ഞു. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ വലിയ വെല്ലുവിളികളുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. പ്രവർത്തനക്ഷമമായ ഒരു ലോകശക്തിയുടെ അഭാവത്തിൽ അധികാരശൂന്യത അനുഭവപ്പെടും. രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപേക്ഷിച്ചാൽ നിലവിലെ ലോകക്രമം തകരും. അപൂർണമായ ഒരു ലോകത്ത് അധികാരത്തെ എങ്ങനെ ഏറ്റവും നന്നായി നിയന്ത്രിക്കാമെന്ന് പാശ്ചാത്യ ലോകം കണ്ടെത്തണം. ഇന്ത്യ ഒരു മിഥ്യാധാരണയിലും അകപ്പെട്ടിട്ടില്ലെന്നും പ്രായോഗിക ലോകവീക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് വിദേശ നയം നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പങ്കാളിയുടെ സൗമനസ്യത്തിൽ മാത്രം ആശ്രയിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധാലുവാണ്. ഇന്ത്യയുടെ ശക്തി സജീവമായ ഇടപെടലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഫിൻലൻഡിന്റെ നയം മൂല്യാധിഷ്ഠിത യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഡോക്ടർ സ്റ്റബ്സ് പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യ മൂല്യാധിഷ്ഠിത യാഥാർത്ഥ്യവാദം പ്രയോഗിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഒരു ക്രിയാത്മക അംഗമെന്ന നിലയിൽ ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഇത് വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ ഐക്യരാഷ്ട്രസഭാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കണം. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ നേതൃത്വം നിർണായകമാണ്. ഇന്ത്യയും ഫിൻലൻഡും നിയമവാഴ്ചയിലും സംഭാഷണത്തിലും നയതന്ത്രത്തിലും വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7% മുകളിൽ വർഷങ്ങളോളം, ഒരുപക്ഷെ 2047 വരെ തുടരാൻ സാധ്യതയുണ്ട്. പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നിർമ്മിത ബുദ്ധി ലോകത്തിന് ഗുണം ചെയ്യൂ. കാലാവസ്ഥാ വ്യതിയാനം, കുടിയേറ്റം തുടങ്ങിയ ആഗോള പ്രതിഭാസങ്ങൾക്ക് ക്രിയാത്മക പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് ഫിൻലൻഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ദീർഘവീക്ഷണത്തോടുള്ള പ്രസംഗം ശ്രവിച്ചതായും അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. US സ്റ്റേറ്റ്സ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോ, ഡെൻമാർക്ക് മുൻ പ്രധാനമന്ത്രി ആൻഡേഴ്സ് ഫോക്ക് റാസ്മുസൻ, ഇന്ത്യയുടെ മുൻ G20 ഷെർപ്പ അമിതാഭ് കാന്ത് എന്നിവരുൾപ്പെടെ പ്രമുഖ വ്യക്തികളുമായുള്ള ചർച്ചകളും ആശയവിനിമയവും സമ്മേളനത്തിന്റെ ആദ്യ ദിനം സമ്പുഷ്ടമാക്കി.
കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായുള്ള ആഗോള ഭരണക്രമത്തിന്റെ പരിണാമമാണ് രണ്ടാം ദിനം മുൻനിര ചർച്ചാ വിഷയമായത്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സ്ഥാപിതമായ ആഗോളക്രമം അനിശ്ചിതമായി നിലനിർത്താമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിലയിരുത്തി. ആഗോളതലത്തിൽ അധികാരം ഇപ്പോൾ ഒന്നിലധികം മേഖലകളിലും ഭരണപ്രദേശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം, അല്ലെങ്കിൽ 1989 ശീതയുദ്ധം അവസാനിച്ചതുപോലുള്ള ചരിത്രപരമായ സംഭവങ്ങൾ രൂപപ്പെടുത്തിയ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പ്രായോഗികമല്ല. നിലവിലെ ദശകത്തിൽ ആഗോള മാറ്റങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ സാങ്കേതികവിദ്യയും ജനസംഖ്യാശാസ്ത്രവുമായിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ശക്തി സമവാക്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ആഗോളക്രമം ക്രമേണ ബഹുധ്രുവ ലോകത്തിലേക്ക് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. റെയ്സിന സംവാദത്തിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക ഡിജിറ്റൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു സംഭാഷണം കേന്ദ്രീകരിച്ചതെന്ന് അദ്ദേഹം അറിയിച്ചു. ആധുനിക ലോകത്തിൽ അധികാരം ഇനി സാമ്പത്തിക വലിപ്പമോ സൈനിക ശക്തിയോ പോലുള്ള പരമ്പരാഗത മാനദണ്ഡങ്ങളാൽ മാത്രം നിർണ്ണയിക്കപ്പെടുന്നില്ലെന്ന് യോഗം വിലയിരുത്തി. നാവിഗേഷനും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശവും സമ്മേളനം സമഗ്രമായി അവലോകനം ചെയ്തു. ഗ്ലോബൽ സൗത്തിന് സുസ്ഥിരമായ സമുദ്ര വളർച്ച അനിവാര്യമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സൂചിപ്പിച്ചു. ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ ദേശീയ താൽപര്യങ്ങൾക്കാണ് ഉയർന്ന പരിഗണന. ഏതെങ്കിലും ഒരു ബ്ലോക്കുമായി അടുപ്പം എന്ന നിലപാടിനോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം മന്ത്രിതല യോഗത്തിൽ വ്യക്തമാക്കി. ഇന്തോ പസഫിക്കിലെ നിലവിലെ സാഹചര്യം മാറ്റാനുള്ള ഏകപക്ഷീയമായ ശ്രമങ്ങളെ എതിർക്കുന്നതിനൊപ്പം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള നാവിക സ്വാതന്ത്ര്യം രാജ്യം സ്ഥിരമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാജ്യാന്തര സംഘർഷങ്ങളെ സംബന്ധിച്ച് യുക്രൈനായാലും പശ്ചിമേഷ്യ ആയാലും സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഇന്ത്യ പ്രാധാന്യം നൽകുന്നു. കണക്ടിവിറ്റിയും സ്ഥിരതയും ശക്തിപ്പെടുത്താൻ ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലുള്ള പദ്ധതികളും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്വതന്ത്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഇൻഡോ പസഫിക് മേഖലയെന്ന ദർശനം ഇന്ത്യ യുഎസിനൊപ്പം പങ്കിടുന്നു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ സഹകരണം പ്രായോഗിക ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ബ്രിക്സിന്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നീ 4 പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കി. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ ആഗോള സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ വികസിക്കണമെന്ന് വിദഗ്ധർ ചർച്ച ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക പരിവർത്തനം, മാനവ വിഭവശേഷി വികസനം എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് പുതിയ സാമ്പത്തിക മാർഗങ്ങളുടെ ആവശ്യകത യോഗം അവലോകനം ചെയ്തു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കായുള്ള ആഗോള വാർഷിക ധനസഹായത്തിലെ പരിമിതികൾ ചർച്ചാ വിഷയമായി. പൊതുധനകാര്യത്തിന് പുറമെ സ്വകാര്യ നിക്ഷേപം, ജീവകാരുണ്യ മൂലധനം എന്നിവയ്ക്കുള്ള വിഭവ സമാഹരണ സാധ്യതകളും വിലയിരുത്തി. ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നും ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുമെന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ആഫ്രിക്കയുടെ ജനസംഖ്യാപരമായ ഉയർച്ച, AI അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക ധാതുക്കൾ നൽകുന്നതിൽ ലാറ്റിൻ അമേരിക്കയുടെ പങ്ക്, യൂറോപ്പുമായും റഷ്യയുമായും ഇന്ത്യയുടെ നയതന്ത്രപരമായ പങ്കാളിത്തം എന്നിവ സമാന്തര യോഗങ്ങളിൽ ചർച്ച ചെയ്തു. 11ാം പതിപ്പിലേക്ക് കടന്ന റെയ്സിന ഡയലോഗ് ലോകത്തിലെ പ്രധാന തന്ത്രപരമായ വേദികളിലൊന്നായി വളർന്നു. ആഗോള നയചർച്ചകളിൽ ഇത് ചെലുത്തുന്ന ശക്തമായ സ്വാധീനം കാരണം റെയ്സിന സംവാദം പലപ്പോഴും മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോട് താരതമ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ചർച്ചകളിൽ ഇന്ത്യ, വികസിത രാജ്യങ്ങളും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെടാനുള്ള പാലമായി പ്രവർത്തിക്കുന്നത് മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് അഭിപ്രായമുയർന്നു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള ദീർഘകാല പദ്ധതിയായ വികസിത് ഭാരത് 2047 എന്ന ആശയവും അവതരിപ്പിച്ചു. ഇന്ത്യ ആഗോള പ്രശ്നങ്ങളിൽ പ്രധാന സംഭാഷണ വേദിയായി ഉയർന്നു വരുന്നതും ഈ ഡയലോഗിൽ തെളിഞ്ഞുകണ്ടു. പ്രക്ഷുബ്ധമായ ലോക സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യ സംഭാഷണങ്ങളെ ശക്തിപ്പെടുത്തുകയും ശുഭാപ്തി വിശ്വാസം വളർത്തുകയും യുക്തിയുടെ ശബ്ദമായി നിലകൊള്ളുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും നയപരമായ ആശയവിനിമയത്തിനും പുതിയ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും റെയ്സിന ഡയലോഗ് ഏറെ സഹായിച്ചിട്ടുള്ളതായാണ് 11ാം സമ്മേളനം അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.